അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു മാംഗോ ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ? നമ്മളെപ്പോഴും മാംഗോ ജ്യൂസൊക്കെ ഉണ്ടാക്കുന്നതാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു അടിപൊളി ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ നല്ല പഴുത്തൊരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ലൊരു പഴുപ്പുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് ജ്യൂസ് അടിക്കാൻ. ഇതിപ്പോൾ സാധാരണ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ വീഡിയോയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മാങ്ങ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാലും ഇങ്ങനെ ചെയ്താൽ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കാറുണ്ട്. അടിപൊളിയായിട്ടില്ലേ മാങ്ങ കാണാൻ? ശരിക്കും നല്ല പഴുത്ത മാങ്ങയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാനായതുകൊണ്ട് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി നോക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ മാങ്ങയൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള മാങ്ങയുടെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ 1 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ലോണം ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് മാങ്ങ കഷ്ണങ്ങൾ ഇങ്ങനെ കടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ഈ ചൊവ്വരി സാബുനരി എന്നൊക്കെ പറയുന്ന സംഭവമാണിത്. ഇത് നല്ലോണം വേവിച്ചെടുത്ത് വെച്ചതാണ്. ഇതൊന്ന് നമുക്ക് ഈ മാങ്ങ ജ്യൂസിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ടയായിട്ടാണ് നിൽക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ജ്യൂസ് നല്ല തണുപ്പാണ്. അതിലിട്ടിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ആക്കുന്ന സമയത്ത് ആ കട്ടകളൊക്കെ പോകുന്നതാണ്. ഇതാണ് നമ്മളിതിലേക്ക് ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. നമ്മളെ മാങ്ങാ ജ്യൂസിന് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചൊവ്വരി ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. ആ ചൊവ്വരി ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ തെറിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങായും കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ഡ്രിങ്കായി. ഇതിപ്പോൾ ഇഫ്താറിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ല ഗസ്റ്റുകൾ വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. ഈ ഒരു ചൊവ്വരിയുടെ ഫ്ലേവർ വരുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഈ ഒരു ഷേക്കിന് വരുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും ഈ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സ് കമൻ്റായിട്ട് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും റിലേറ്റീവ്സായിട്ടുമൊക്കെ ഷെയർ ചെയ്യുക. അവരോടൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.